ഹായ് ഗൈസ്, അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ ആണ് കേട്ടാ. എങ്ങനെ ആവുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ തനക്കുട്ട രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. രാവിലെ ഫ്ലവർ വൈസ് ഒക്കെ വെച്ച് തനക്കുട്ട കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. തനക്കുട്ടനെ ഞാൻ കാണിച്ചു തരാം. ഹായ് പറ തനക്കുട്ട. ഹായ്. പൂവ് പൂവ് ഇപ്പൊ എനിക്കതേ ഉള്ളൂ. ഇപ്പൊ ഞാൻ അടുക്കളയിലോട്ടൊന്നും പോയിട്ടില്ല. അപ്പൊ നമുക്ക് കിച്ചണിൽ പോകണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. പിന്നെ ഡയറ്റാണ്, അപ്പൊ ഡയറ്റിന് കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് കിച്ചണിൽ പോകാം ഗൈസ്. അപ്പോൾ അല്ലെങ്കിൽ രാവിലെ എനിക്കോടെ ഫസ്റ്റ് ഇടുന്നത് ഞാൻ ചായയാണ്. കാരണം എനിക്കോടെ ചായയൊക്കെ കുടിക്കും. അപ്പം ഇന്ന് ഏട്ടൻ്റെ ഡയറ്റ് ആയതുകൊണ്ട് ചായയൊന്നും ഇടണില്ല. അപ്പോൾ രാവിലെ പ്രോട്ടീൻ ഷേക്ക് കുടിക്കണം. അപ്പം അതിനാവശ്യമായിട്ട് നമുക്ക് പാല് കാച്ചാം. പിന്നെ തനുക്കുട്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഞാൻ ബൂസ്റ്റോ അല്ലെങ്കിൽ ബൂസ്റ്റൊക്കെ ഇട്ട് ഞാൻ പാല് കൊടുക്കാറുണ്ട്. അപ്പം അതിന് പാല് കാച്ചാം നമുക്ക് ഫസ്റ്റ്. ഞാൻ ആദ്യം തന്നെ പാല് കാച്ചണത് ഇപ്പോൾ തണുത്തിരിക്കുമല്ലോ കുറച്ച് കഴിയുമ്പം, അല്ലെങ്കിൽ തണുപ്പിച്ചെടുക്കാൻ കുറച്ച് പാടല്ലേ. അപ്പോൾ രാവിലത്തേക്ക് ഏട്ടന് ഗ്രീൻ ആപ്പിൾ കഴിച്ചിട്ടുണ്ട്. അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് പാല് മതി. അപ്പോൾ തനുക്കുട്ടൻ ആവശ്യമായിട്ടുള്ള പാലെല്ലാം മാറ്റി വയ്ക്കുകയാണ്. തനുക്കുട്ടൻ കുടിക്കുന്നില്ല കേട്ടോ. അപ്പൊ എന്തൊരു സമാധാനത്തിന് വേണ്ടി ഞാൻ ഇടയ്ക്കൊക്കെ കൊടുക്കണമെന്നേ ഉള്ളൂ. അല്ലാതെ തനുക്കുട്ടനൊക്കെ കുടിക്കാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അപ്പൊ ആവശ്യത്തിന് പാല്, തനുക്കുട്ടൻ ആവശ്യത്തിനുള്ള പാലെടുത്ത് നോക്കാം. പാല് കൂടിപ്പോയി ഗൈസ്. കുഴപ്പമില്ല. ഗൈസ്, അപ്പോൾ തനുക്കുട്ടന് ആവശ്യമായിട്ടുള്ള പാലെല്ലാം കാച്ചി എടുത്തേട്ടാ. അപ്പം പാല് വീത്തിയപ്പോൾ കൂടിപ്പോയി. ഞാൻ വീഡിയോയിൽ ഇങ്ങനെ നോക്കി വീത്തിയപ്പം കുറച്ച് പാല് കൂടിപ്പോയി. കുഴപ്പമില്ല, ഞാനും കൂടെ കുടിക്കണത് തന്നെ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇനി അടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അപ്പം തനുക്കുട്ടൻ വന്നിട്ടുണ്ട് കേട്ടാ. തനുക്കുട്ടൻ്റെ മാമ എന്നും വരും കേട്ടോ തനുക്കുട്ടനെ കാണാൻ. രാവിലെ എന്നും വരും ജിമ്മിൽ പോയിട്ട്. തനുക്കുട്ട ബോളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ കൂടെ. തനുക്കുട്ട ഇവിടെ ഭയങ്കര വാശിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടാ. ഗൈസ്, അവൾ എന്താണ് ഉദ്ദേശിക്കണെന്ന് പോലും എനിക്കറിയാം. എന്തോന്ന് തനുക്കുട്ട വേണം? എന്തോന്ന്? അതിന്റെ പുറത്ത് കയറണോ? അവിടെ കയറണ്ട, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. തനുക്കുട്ട ഫുഡ് കഴിക്കാൻ പോവാം നമുക്ക്. എന്തോ തനുക്കുട്ട, എന്തോന്ന് പറ്റി? കാലിലിടിച്ചാ? പോട്ട് സോറി ഗൈസ്. അവള് പറയണത് ഞാൻ അവളെ കയറ്റിയല്ല, അപ്പൊ അവളെ കാല് തട്ടിയെന്നാണ് അവള് പറയണത്. അവളിതേപോലെയൊക്കെ കയറി നിൽക്കുമ്പോൾ എനിക്ക് പിന്നെ ഉള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ, ഇടയ്ക്കുള്ളതൊക്കെ. അപ്പൊ അവളെ ശ്രദ്ധിച്ചല്ലേ നിൽക്കാൻ പറ്റൂ, ആണ് എനിക്കെടുക്കാൻ പറ്റാത്തത്. അവൾക്ക് ചെറിയ ജലദോഷമാണ് കേട്ടാ. അവൾക്ക് മാത്രമല്ല, ഇവിടെ നമുക്ക് 3 പേർക്ക് ജലദോഷം തന്നെ. ആദ്യം തനുക്കുട്ടനാണ് കേട്ടാ ജലദോഷം തന്നെ. എന്നിട്ടിപ്പോൾ ഇവിടെ എല്ലാവർക്കും ജലദോഷം തന്നെ. തനുക്കുട്ട മതി, ഇനി കളിച്ചത് മതി, എണീര്. അതൊന്നും ചവിട്ടല്ലേ. അപ്പോൾ ഫുഡിന് അപ്പവും ചിക്കൻ കറിയാണ് കേട്ടാ. തനുക്കുട്ടന് ചിക്കനും ബീഫും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എരിവുള്ളതൊന്നും കഴിക്കില്ല. അപ്പം ഞാൻ അവൾക്ക് വേണ്ടി എരിവില്ലാതെയാണ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ. അപ്പം ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം.
നേരത്തെ ഞാൻ ഏട്ടന് വേണ്ടി പാലെല്ലാം കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പാല് തികഞ്ഞില്ല ഏട്ടാ. അപ്പം പിന്നെ ഞാൻ വീണ്ടും പോയി രണ്ടാമത് പാലെല്ലാം കാച്ചിയെടുക്കാൻ. പക്ഷെ തനുക്കുട്ടന് ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടില്ല ഏട്ടാ. തനുക്കുട്ടന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ നേരത്താണ് ഞാൻ ഏട്ടനും കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം അതുപോലെ എടുത്തപ്പോൾ പാല് തികഞ്ഞിട്ടില്ല. പിന്നെ പാല് വീണ്ടും കാച്ചി തണുപ്പിച്ചൊക്കെ എടുത്തു. ഏട്ടനെ കൊണ്ടുപോകും. ഇനി അവർ തമ്മിൽ ഷേക്കിന് അടിയായിരിക്കും കേട്ടാ. അവ എപ്പോൾ ഷേക്ക് കുടിച്ചാലും അവ കൂടെ ഷേക്ക് കൊടുക്കണം. ഗൈസ്, അപ്പോൾ അടുത്ത് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞ് വയ്ക്കാം. അപ്പം ആദ്യം കുക്കുംബറാണ് അരിഞ്ഞ് വയ്ക്കുന്നത് ഗൈസ്. അപ്പോൾ അരിയാനുള്ള കത്തി തനിക്കുട്ട എടുത്തിട്ട് പോയേട്ടാ, ഞാൻ വാങ്ങിച്ചിട്ട് എടുത്തിട്ടോ. ഗൈസ്, ഇവിടെ അരിയാൻ നോക്കുമ്പോൾ ഒന്നും കാണൂല, എല്ലാം ഓരോരുത്തരായിട്ട് എടുത്തോണ്ട് പോകും. രാവിലെ ആപ്പിൾ അരിയാണെന്നും പറഞ്ഞ് എടുത്തിട്ട് പോയി കത്തിയാണ്. അടുത്ത ഇവിടെ വന്ന് നിൽപ്പുണ്ട്. അതൊക്കെ ഇവിടെ വന്ന് ഓരോ സാധനമായിട്ട് ഇപ്പൊ കാണാതാ. കുഞ്ഞിയൊക്കെ പോ പനിപ്പെട്ടാ. ഓ ഓ തനുക്കുട്ടൻ്റെ മുകളിൽ കയറണമെന്നും പറഞ്ഞ് വാശിയാണ്. ഇനി ഇവിടെ ഒന്നും നിൽക്കൂല ഏട്ടാ. അവക്ക് ഞാൻ ഇപ്പൊ എന്ത് ചെയ്തോണ്ടിരുന്നാലും അവക്ക് എൻ്റെ കൂടെ വന്നിരുന്നത് ഇതേപോലെ ചെയ്തിട്ടിരിക്കാനായിട്ടാണ് ഇഷ്ടം. തനുക്കുട്ടൻ, ഞാൻ ഒരു കുഞ്ഞു പീസ് തരാം. കുഞ്ഞു പീസ് അറുത്തേരാ. ഇങ്ങനെ ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടിരിക്കണമെന്ന് തനുക്കുട്ടൻ പിന്നെ വന്നിട്ട് മുകളിൽ കയറ്റാനൊക്കെ പറയും. ഇവിടെയൊക്കെ ഇരുന്ന് ഞാൻ ചെയ്യണതെല്ലാം കണ്ടിരിക്കാനൊക്കെയാണ് അവർക്ക് ഇഷ്ടം. പിന്നെ പ്രത്യേകിച്ച് അവർക്ക് കുക്കുംബർ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. അപ്പം എപ്പോൾ അരിഞ്ഞാലും വന്ന് ഒരു പീസെങ്കിലും അവൾ വാങ്ങിയിട്ട് പോകും. ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് പൈനാപ്പിൾ കട്ട് ചെയ്യാം. പക്ഷെ അവൾക്ക് വേറെ സാധനങ്ങളൊന്നും കഴിക്കാൻ ഇഷ്ടമില്ല കേട്ടോ. ഈ പൈനാപ്പിൾ ഇങ്ങനെയൊന്നും അവൾ കഴിക്കില്ല. എനിക്ക് കുക്കുംബർ മാത്രം. അത് കുഞ്ഞിലെ തൊട്ടേ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ അരിയല്ല കഴിക്കാനൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞിലെ തൊട്ടേ അത് മാത്രം ഇഷ്ടമാണ്. ബാക്കി എന്ത് കൊടുത്താലും അവൾ കഴിക്കുകയൊന്നുമില്ല. ഇപ്പം കാപ്പി കൊടുത്തപ്പോൾ തന്നെ ഷേക്കിനായിരുന്നു അടി. കാപ്പി കുടിക്കാൻ അവൾക്ക് ഇഷ്ടമില്ല. ആ ഷേക്ക് കൊടുക്കും വരെയും കരയും. കുറച്ച് കൊടുത്തിട്ട് പിന്നെ അവൾ കുഴപ്പമില്ല. ഞാൻ ഇതൊക്കെ നേരത്തെ അരിഞ്ഞ് വയ്ക്കും കേട്ടാ. ഇല്ലെങ്കിൽ തനുക്കുട്ട പിണയും കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല. അതുകൊണ്ട് തനുക്കുട്ട എണീക്കണേ മുമ്പേ തന്നെ മാക്സിമം ഞാൻ എല്ലാമൊക്കെ ചെയ്യാനൊക്കെ നോക്കും. പിന്നെ തനുക്കുട്ട എൻ്റെ കൂടെ എണീക്കണ ദിവസം ഇതുപോലെ അവൾ കുറച്ച് നേരം ആക്റ്റീവൊക്കെ ആയിട്ടിരിക്കുമല്ലോ നല്ലതായിട്ട് എണീക്കുന്ന സമയത്ത്. ആ സമയത്ത് ഞാൻ എല്ലാം ചെയ്യും. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ വീഡിയോ ഇടുമെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ വോയിസൊക്കെ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഞാൻ ഇടുള്ളൂ. കാരണം ഞാൻ ഈ വീഡിയോ ഇങ്ങനെ എടുത്തിട്ടില്ലല്ലോ. അല്ല സാധാരണ വീഡിയോ എടുത്തിട്ട് പിന്നെയല്ലേ ഞാൻ വോയിസ് കൊടുക്കാറുള്ളത്. ഫസ്റ്റ് ടൈമല്ലേ ഞാൻ ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇത് കറക്റ്റ് ആയില്ലെങ്കിൽ ഞാൻ അല്ലാതെ വോയിസ് കൊടുത്തിടും. ഇനി അങ്ങോട്ടുള്ള വീഡിയോയിൽ ഞാൻ ഇങ്ങനെ ഓൺ വോയിസ് ചെയ്താൽ തനുക്കുട്ടനെ കുഞ്ഞിയെന്നും കൂടെ വിളിക്കണത് കേൾക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഏട്ടൻ കുഞ്ഞിയെന്നും ഞാൻ തനുക്കുട്ടാന്നാണ് വിളിക്കുന്നത്. തനുവാവേന്നും വിളിക്കും. ഏറ്റവും കൂടുതൽ നമ്മൾ കുഞ്ഞിയെന്നും തനുക്കുട്ടാന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഏട്ടൻ്റെ കുഞ്ഞിയും എൻ്റെ തനുക്കുട്ടൻ. അപ്പോൾ അതായിരുന്നു ഇങ്ങനെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എങ്കിൽ എനിക്ക് നിങ്ങൾക്ക് ഇതേപോലെ വീഡിയോ ഇഷ്ടമാണ്.
നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഗൈസ് കുക്കുംബർ കഴിച്ചിട്ട് ചിക്കനിൽ തുപ്പിയിടുകയാണ് അവൾ. പീസ് എല്ലാം എടുക്കാൻ പാടില്ല. തനക്കുട്ട നോ, തനക്കുട്ട നോ, 1 പീസ്. തനക്കുട്ട ഒരു പീസ് എടു. ഗൈസ് ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇനി അത് തരൂല. അവള് കഴിച്ചാൽ കുഴപ്പമില്ല, പക്ഷെ കഴിക്കുകയും ചെയ്യും. ഇനി അതിനെടുത്ത് വെച്ച് അവൾ കഴിക്കുകയും ചെയ്യും. പക്ഷെ അവള് തരൂല. ഞാൻ പിടിച്ചു വാങ്ങിച്ച ഇവിടെ കിടന്ന് കരയും. അപ്പോൾ ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കാം ഗൈസ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്താലും എനിക്ക് വൃത്തിയാക്കാൻ മസ്റ്റാണ് ഗൈസ്. പിന്നെ ചെയ്യാന്ന് വിചാരിച്ചിരുന്നാൽ പറ്റില്ല. പാത്രമെല്ലാം ചിലപ്പോൾ ഞാൻ ഒരുമിച്ചാണ് കഴുകണം, പക്ഷേ ഇതേപോലെ വൃത്തിയാക്കണതൊക്കെ ഞാൻ ഇപ്പം എന്ത് ചെയ്താലും അവിടെ അപ്പം തന്നെ വൃത്തിയാക്കും. അപ്പോൾ ചിക്കൻ എടുത്ത് വെള്ളത്തിലിട്ട് വയ്ക്കാം. എങ്കിലേ കുറച്ച് കഴിഞ്ഞ് അരപ്പൊക്കെ തേച്ച് വയ്ക്കുമ്പം വൈകുന്നേരം ആകുമ്പം എനിക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഗൈസ് തനിക്കുട്ട ഇവിടെ ഓരോ വേലത്തന്നെ കാണിച്ച് നിൽക്കുന്നേട്ടാ. ഞാൻ ഒന്നും പറഞ്ഞാൽ കേൾക്കാതെ. തനിക്കുട്ട ഒരെണ്ണം കഴിച്ചിട്ടിങ്ങ താ. ഗൈസ് അങ്ങനെ തന്നു ഗൈസ്. അപ്പോൾ അടുത്ത് നമുക്ക് ചിക്കൻ എയർ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓയിലൊട്ടും പാടില്ല കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഓയിലൊക്കെ വിറ്റിയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഓയിലൊട്ടും പാടില്ല. അപ്പം നമുക്ക് എയർ ഫ്രൈ ചെയ്തെടുക്കാം. നേരത്തെ ചിക്കൻ എടുത്ത് വെച്ചതും ഞാൻ ഇതേപോലെ മസാലയൊക്കെ പുരട്ടി ഇപ്പോഴേ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈവനിങ് ആകുമ്പോഴൊക്കെ എടുത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അല്ലാതെ അപ്പോൾ തന്നെ എടുത്ത് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റൊന്നും കാണത്തില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ എടുത്ത് വെക്കുന്നത്. പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഏട്ടൻ ഡയറ്റ് ആയതുകൊണ്ട് എല്ലാ ദിവസവും ഇതേപോലെ ചിക്കൻ ഉണ്ടാക്കണം. തനക്കുട്ട നോ, ചവിട്ടല്ലേ, നോ. അപ്പം ചിക്കനൊക്കെ എടുത്ത് വയ്ക്കാം. എരി ഇത് കഴിക്കാൻ പറ്റില്ല ഇനി. ഇപ്പം ചിക്കനൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചിക്കനൊക്കെ ഇതിൽ സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ ഗൈസ്. അപ്പം നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്യാനാണ് കേട്ടോ. ചിക്കനിലോട്ട് ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് 20 മിനിറ്റ് ആവും. പിന്നെ നമുക്ക് അത് 20 മിനിറ്റ് ആകുമ്പം തന്നെ ഓഫാവും. പിന്നെ ഒരു 10 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ നമ്മൾ ചെറുതായിട്ട് കുക്കായോ എന്നൊക്കെ നോക്കിയാൽ മതി. അപ്പം അതുവരെയും ഞാൻ പോയി പിന്നെയുള്ള ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് വരാം. അപ്പോൾ ഇനി നമുക്ക് പാത്രമൊക്കെ കഴുകിയിട്ട് കാണാം. ഏട്ടൻ തനിക്കുട്ടനെ കൊണ്ടുപോയേട്ടാ. അപ്പം ഇനി കുറച്ച് ഞാൻ ഫ്രീ ആവും. അപ്പം ഞാൻ പാത്രമെല്ലാം കഴുകിയിട്ട് പെട്ടെന്ന് കാണാം. അല്ലെങ്കിൽ തനിക്കുട്ട ഏട്ടൻ കൊണ്ടുപോയാലും കുറച്ച് കഴിയുമ്പോൾ അമ്മ എന്ന് വിളിച്ചിട്ട് വരും. അപ്പം അതിന് മുമ്പേ തന്നെ പെട്ടെന്ന് പാത്രമെല്ലാം കഴുകി വെച്ചാൽ പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു 10 മിനിറ്റ് ആകുമ്പോൾ കുക്കായെന്നൊക്കെ നോക്കണം കേട്ടോ. നമുക്കത് നോക്കാം. കുറച്ച് കുക്കായിട്ടുണ്ട് കേട്ടോ. നമുക്കെന്തായാലും ഒരു 10 മിനിറ്റ് കൂടെ ഇടുന്നാലേ നല്ല കുക്കാവുള്ളൂ. ഒരു 10 മിനിറ്റ് കൂടെ വെച്ചെടുക്കാം. തിരിച്ചിട്ട് കൊടുക്കണമെങ്കിൽ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഗൈസ് ഇതൊരു 10 മിനിറ്റ് കൂടെ ഇരുന്നാലേ നല്ല കുക്കാവുള്ളൂ. പക്ഷേ ഞാൻ ഇപ്പോൾ എടുത്ത് മറിച്ച് വെച്ചത്, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മറിച്ച് വയ്ക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ മറിച്ച് വെച്ചത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അപ്പുറത്തെ സൈഡ് 10 മിനിറ്റ് കഴിക്കാം. അപ്പം ഇത് കുക്കാവും കേട്ടോ. ഗൈസ് പാത്രം എല്ലാം കഴുകി ചിക്കനൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി തനുക്കുട്ടനും ഏട്ടനും എവിടെ നോക്കാം. ഗൈസ് ഏട്ടൻ TV ഒക്കെ കണ്ട് കിടപ്പുണ്ട്. തനുക്കുട്ട ഓടി വന്നു ഏട്ടൻ എൻ്റെ അടുത്ത്. തനുക്കുട്ട അവിടെ നിന്നു. എന്നിട്ട് ഇന്നലെ ഒരു അച്ച് മുക്കെന്തോ എടുത്തിട്ടുണ്ട്. അത് ഉണങ്ങി എവിടെ നിന്നാണ് കണ്ടുപിടിച്ചത് നീ ഇതെല്ലാം? അപ്പൊ തനുക്കുട്ട അവിടെയാണ് ഇപ്പൊ ഓരോ സാധനങ്ങൾ ഒളിച്ചു വെക്കണത് അല്ലേ? തനുക്കുട്ട നിനക്ക് ഈ കല്ലൊക്കെ എവിടെ നിന്ന് കിട്ടിയത്? എവിടെന്ന്?
അന്വേഷണങ്ങൾ തുടരുകയാണ്. അപ്പൊ തനുക്കുട്ട് ഓരോ സാധനങ്ങൾ ഒളിപ്പിച്ച് വെക്കണത് ഇവിടെയാണ് കേട്ടാ. ഇവിടെ ഇരിക്കണ ഓരോ സാധനങ്ങൾ കാണാതാവും ഇടയ്ക്കിടയ്ക്ക്. എന്നിട്ട് നമ്മൾ തിരക്കിയാൽ കിട്ടൂല. പക്ഷെ തനുക്കുട്ടൻ്റെ അടുത്ത് ചോദിച്ചാൽ തനുക്കുട്ട എടുത്തിട്ട് വരും. ഞാൻ പറയണ എന്തെങ്കിലും എടുത്തിട്ട് വരുമോ? തനുക്കുട്ട വാവേ എടുത്തിട്ട് വരുമോ? വാവേ പാവ. തനുക്കുട്ട ഇതെങ്ങനെ യൂസ് ചെയ്യണേ? ഉപയോഗിച്ചാണ്. ഇവിടെയുള്ള ഈ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് ഈ ഫിഷ് ടാങ്കിൽ ഇടുന്നതാണ് കേട്ടോ തനുക്കുട്ടൻ്റെ ഇപ്പോഴത്തെ പരിപാടി. ഞാൻ അടുക്കളയിലൊക്കെ നിന്നിട്ട് വരുമ്പോൾ ഈ ഫിഷ് ടാങ്കിൻ്റെ അകത്ത് ഓരോ പാവ കുട്ടിയൊക്കെ കിടക്കും കേട്ടാ. ഗൈസ്, കഥ പറഞ്ഞ ശബ്ദം കേട്ട് തനുക്കുട്ടി പേടിച്ചോടി. ലോറി എടുത്തോ, ലോറി ലോറി. തനുക്കുട്ടൻ്റെ അടുത്ത് ലോറി എടുക്കാൻ പറഞ്ഞ് എടുത്തോണ്ട് വരുമോ നോക്കാം. ലോറി ലോറി. അതിലിരിക്കണ ഇങ്ങനെ ഇനി ഇരി ഇരി. അതിലിരി അതിലിരി. അതിതാ അതിലിരി അതിലിരി. ഇത് വണ്ടി ഓട്ടിരി ഇരി. ഓട്ടിരി ഓട്ടിരി. ഓക്കെ, പോയി കുളിച്ചിട്ടോ. കഴിച്ചപ്പോൾ നമുക്കത് കുക്കായെന്ന് നോക്കാം. കുക്കായിട്ടുണ്ട് കേട്ടോ. ഓ കേട്ടില്ല. ഓ തനുക്കുട്ട അവിടെ എന്തോ ചെയ്തോണ്ടിരുന്നു നീ? അത് മാറ്റിയോ, നീക്കോ, താഴെ പിടിച്ച് നിൽക്കത്. അപ്പോൾ തനുക്കുട്ടനെ ഏട്ടന് മുകളിലോട്ട് പോയിട്ടുണ്ട് ഏട്ടാ. അവരെന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ പോയി നോക്കാം എന്ത് ചെയ്യണം. ഇവിടെ എന്തിനാണ് നീ തുണി നനയ്ക്കാൻ പോണ? അപ്പോൾ തനുക്കുട്ടൻ വിളിച്ചിട്ട് പറഞ്ഞില്ല ഏട്ടാ. അപ്പൊ നമ്മൾ എന്തായാലും താഴെ പോയി നോക്കാം, അല്ലെങ്കിൽ ചിക്കൻ കരിഞ്ഞു പോകും. ചിക്കൻ എന്തായാലും നമുക്ക് പോയി നോക്കിയിട്ട് വരാം. ഗൈസ്, കറക്റ്റ് 9 മിനിറ്റ് ആയപ്പോൾ നമ്മളിവിടെ വന്നു കേട്ടോ. കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി അപ്പുറത്തെ വശം കൂടെ ഒരു 10 മിനിറ്റ് വയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ ചിക്കൻ കുക്കാവും. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു വട്ടം ഓൺ വോയിസ് ചെയ്ത് നോക്ക്, കൊള്ളാമെങ്കിൽ നീ അതേപോലെ മുന്നോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഒരു വട്ടം ഓൺ വോയിസ് ചെയ്ത് നോക്കാമെന്നൊക്കെ വിചാരിച്ചത്. അപ്പോൾ കൊള്ളാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്താലേ എനിക്ക് ഇനി ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടാൻ പറ്റുള്ളൂ. അപ്പം എങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് ഇഷ്ടം? ഇതേപോലത്തെ ഓൺ വോയിസ് വീഡിയോ ആണോ, അത് വീഡിയോ എടുത്തിട്ട് ഞാൻ ഡബ് ചെയ്ത് സൗണ്ട് കൊടുക്കണ വീഡിയോസാണോ ഇഷ്ടം, അല്ലാതെ ഷോർട്സ് ആണോ ഇഷ്ടം? അപ്പം ഏത് ടൈപ്പ് വീഡിയോസാണ് ഇഷ്ടമെന്ന് പറയണം കേട്ടോ. അപ്പം ഞാൻ റീലിട്ടിട്ട് എനിക്ക് ചില റീലിന് നല്ല വ്യൂവേഴ്സ് കിട്ടാറുണ്ട്, ചിലതിന് അത്ര കിട്ടാറില്ല. അപ്പം എനിക്ക് ഏത് വീഡിയോസാണ് നിങ്ങൾക്ക് ഇഷ്ടം ഇതൊന്നും എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അത് കമൻറ്റ്. ഗൈസ്, ഇത് തൻകുട്ടിയെ കുളിപ്പിക്കാനുള്ള വെള്ളമാണ് കേട്ടോ ചൂടാക്കണേ. അപ്പോൾ അവൾ 2-3 ദിവസമായി തലയൊക്കെ കുളിച്ചിട്ട്. അപ്പം മേലാണ് കുളിക്കാറുള്ളത്. അവൾക്ക് 2-3 ദിവസമായിട്ട് ഭയങ്കര ജലദോഷമൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ മേലെ കുളിപ്പിക്കും, തല കുളിക്കാറില്ല അവൾ 2 ദിവസമായിട്ട്. അപ്പം ഇവിടെയുള്ള എല്ലാ പണിയും തീരുമല്ലോ, എന്നിട്ട് തൻകുട്ടിയെ തലയൊക്കെ കുളിപ്പിക്കാം.
അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ കുക്കായിട്ടുണ്ട് ഏട്ടാ. ഏട്ടൻ കുളിച്ചേട്ടാ തനുക്കുട്ടനും ഏട്ടനും കൂടെ വരെയാണ്. തനുക്കുട്ട ഇനി നമുക്ക് കുളിക്കാൻ പോവാമോ? തനുക്കുട്ട കൈസ്. അപ്പോൾ തനുക്കുട്ടൻ മുട്ട എടുത്ത് കളിക്കുകയാണ് ഏട്ടാ. കുളിച്ചിട്ട് താഴെ ഇറങ്ങി വന്നതും മുട്ട എടുക്കാനാണ് ആദ്യം വന്നത് തനുക്കുട്ടൻ. ഇല്ല ഇല്ല, ഇനി ഉണ്ടാക്കണം. മുട്ടോടെ ഉണ്ടാക്കിയാൽ മതി, ബാക്കിയെല്ലാം ഉണ്ടാക്കി. തനുക്കുട്ട അതെന്തോന്ന്? മുട്ട. തനുക്കുട്ടോടത്തും താഴെ നിൽക്കുന്നില്ല ഏട്ടാ. ഇനിയുള്ള വീഡിയോസ് എടുത്ത നേട്ടനാണ്. അപ്പൊ ഇനി തനുക്കുട്ടനെ കുളിപ്പിക്കാനുള്ള വെള്ളം നമുക്ക് എടുക്കാം. അപ്പൊ തനുക്കുട്ടനെ കുളിപ്പിക്കാനുള്ള വെള്ളമല്ല ഏട്ടനാണ് ഏട്ടാ കൊണ്ട് വീട്ടിൽ തന്നെ. തനുക്കുട്ട താഴെ ഇറങ്ങല്ലേ പിണങ്ങി തുടങ്ങി. അവൾക്ക് ഉറക്കം വരണമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഗൈസ് തനുക്കുട്ടനെ കുളിപ്പിച്ചിട്ട് പിന്നെ കാണാം കേട്ടോ. അപ്പോൾ ഗൈസ് ബീൻസ് അവിക്കാൻ വെക്കണം. തനുക്കുട്ടനെ ഞാൻ കുളിപ്പിച്ചു കേട്ടോ. തനുക്കുട്ടൻ കുറച്ചൊക്കെ കരഞ്ഞ് കുളിച്ചപ്പോൾ എന്തെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇത് ഏട്ടൻ ഡയറ്റിന് കഴിക്കാനുള്ളതാണ് കേട്ടോ. അപ്പം അവിച്ച് കഴിക്കാനുള്ളതാണ്. ഞാൻ നേരത്തെ അവിച്ചെന്നായിരുന്നു ഓർമ്മ, പക്ഷേ അവിച്ചിട്ടില്ലായിരുന്നു. അവിക്കാൻ ഞാൻ വിട്ടുപോയി. ബീൻസ് പെട്ടെന്ന് വേഗം കേട്ടോ, കുറേ നേരം ഒന്നും എടുക്കില്ല, പെട്ടെന്ന് വേഗം. തനുക്കുട്ടനെ കുളിപ്പിച്ചിട്ട് ഞാൻ ഉറക്കി നോക്കി, പക്ഷെ തനുക്കുട്ടൻ ഉറങ്ങിയൊന്നുമില്ല. തനുക്കുട്ട അവിടെ ഏട്ടൻ്റെ അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. തനുക്കുട്ട ഇങ്ങനെ വിശക്കുമ്പോഴൊക്കെയാണ് കൂടുതലും പിണങ്ങാറുള്ളത്. വിശക്കുമ്പം ഉറക്കം വരുമ്പോഴൊക്കെയാണ് ചുമ്മാ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ വയ്യാതാവുമ്പോൾ പൊതുവെ കുട്ടികൾ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. വെള്ളം വയ്യാതാവുമ്പോൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. വേറെയും കുറേ വെജിറ്റബിൾസ് ഒക്കെ അരിയാ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്നലെ അരിഞ്ഞതൊക്കെ കുറച്ചൊക്കെ ഇരിപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അരിയാത്തത്. അപ്പം അത് കഴിഞ്ഞിട്ട് അരിയാം, അല്ലെങ്കിൽ ഇരുന്ന് ചീത്താവുമല്ലോ എന്ന് വിചാരിച്ചാണ്. അപ്പം ഗൈസ്, അപ്പോൾ മുട്ടയും ബീൻസും വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമുക്ക് ചിക്കൻ കഴുകി എടുത്തിട്ട് വരാം. തനുക്കുട്ട അരിയൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അരിയെടുത്ത് കഴിക്കുകയും ചെയ്യണം. തനുക്കുട്ട എല്ലാം തിരിച്ചിട്. ഇതാരെടുക്കാൻ പറഞ്ഞേ? നീ എങ്ങനെ തുറന്നത്? തനു എങ്ങനെ തുറന്ന്? തിരിച്ചു കൊണ്ടുപോയി. ഇനി ഇങ്ങനെ ചെയ്യരുതേ. ഓക്കെ ബൈ. അപ്പോൾ ഗൈസ്, നമുക്ക് ചിക്കനിലുള്ള മസാലയൊക്കെ ഇപ്പം ഇട്ട് വയ്ക്കാം. തനുക്കുട്ടൻ പോയി കേട്ടോ അരി എടുത്തിട്ട്. ഇവിടെ തന്നെ നിൽപ്പുണ്ട് ഗൈസ്. ഞാൻ അറിയാതെ അരിയൊക്കെ തുറന്നു വെച്ച് കളിക്കും. ഈ ഇടയ്ക്ക് ഗൈസ് ഞാൻ കിച്ചണിൽ നിൽക്കായിരുന്നു. ഞാൻ ഇവിടെ എന്തോ രാത്രി പാത്രം എന്തോ കഴുകിയിട്ട് നിൽക്കായിരുന്നു. ഞാൻ പോയി, അപ്പം ഞാൻ തനുക്കുട്ടൻ TV ആണ് ഇട്ട് കൊടുത്തിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ പോയി തനുക്കുട്ടനെ നോക്കിയപ്പോൾ ഇവിടെ ഉള്ള അരിയെല്ലാം എടുത്ത് അവിടെ താഴെയെല്ലാം തൂവിയിട്ടിരിക്കുകയാണ്. തനുക്കുട്ടൻ എങ്ങനെയാണോ എന്തോ ആ പാത്രം എങ്ങനെ തനുക്കുട്ടനെ തുറക്കാൻ പറ്റും. ഇപ്പം കഴിച്ചതാ ഇപ്പം വീണ്ടും വന്നിട്ടുണ്ട് ഈ മസാലയൊക്കെ എടുത്തോണ്ട് പോകാൻ വേണ്ടി. തനുക്കുട്ടൻ ഇതൊന്നും നിനക്ക് എടുക്കാൻ പറ്റൂല. ഇതൊന്നും തനുക്കുട്ടനെ എടുക്കാൻ പറ്റൂല. ഇവിടെ കയറ്റി ഇരുത്തിയപ്പം ഇതെല്ലാം അവൾ തിരിച്ചെടുക്കും. അറിയാത്തതല്ലേ, കരയിപ്പിക്കണ്ട. തനുക്കുട്ട എടാ, എന്തോന്നു നിനക്ക്? എന്തോന്ന്? തനുക്കുട്ട, ഞാൻ ഇതിലിപ്പോ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. നീ ഒന്ന് ആഡ് ചെയ്യണ്ട കേട്ടാ. എല്ലാ ആവശ്യത്തിനും ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഡയറ്റിന്റെ ചിക്കൻ ആയതുകൊണ്ടാണ് ഞാൻ കൂടുതൽ മസാലാസ് ഒന്നും ആഡ് ചെയ്യാത്തത്. ആവശ്യത്തിനുള്ള മസാലാസ് ആഡ് ചെയ്തു. വൈ
ഗൈസ് അപ്പോൾ ചിക്കൻ എടുത്ത് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കാൻ കേട്ടാ. ഇത് ഈവനിങ് എടുക്കാനുള്ള ചിക്കനാണ്. ഈവനിങ് ആകുമ്പം നല്ല സെറ്റ് ആയിട്ടിരിക്കും കേട്ടോ. മസാലയൊക്കെ ഗൈസ് എനിക്കിവിടെ വീഡിയോ എടുക്കാനൊന്നും എന്നെ സമ്മതിക്കുന്നില്ല. എന്താ ഗൈസ് വീഡിയോ എടുക്കാനേ സമ്മതിക്കുന്നില്ല. വീഡിയോ എടുക്കാൻ ഞാൻ സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്തിട്ട് പോകും കേട്ടാ. അപ്പൊ ഞാൻ വിചാരിക്കും എന്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടിരിക്കാൻ. തിരിച്ചു വന്ന് നോക്കുമ്പോ തനിക്കുട്ടൻ ക്യാമറ എല്ലാം വേറെ എവിടെയെങ്കിലും എടുത്ത് വെച്ചിരിക്കും. കുട്ടന്താ വന്നിട്ടുണ്ട്. തനിക്കുട്ടാ ഇനി എടുക്കല്ല എന്റെ ക്യാമറ. ഇനി എടുക്കോ നീ? ഗൈസ് ബീൻസ് ഒക്കെ വെന്തിട്ടുണ്ട് കേട്ടാ. ഗൈസ് അത് തുറന്നു കൊടുക്കാനാണ് അവൾ വിളിച്ചത്. തനു അവിടെ പൊട്ടണ പാത്രം ഉണ്ട്, ഒന്നും എടുക്കരുതേ. പൊട്ടണതൊക്കെ അതൊന്നും എടുക്കല്ലേ, താഴെ ഇടല്ലേ. ഗൈസ് അപ്പോൾ ഏട്ടൻ ഫുഡ് കഴിക്കാൻ ടൈം ആയേട്ടാ. ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഏട്ടൻ ആ സമയമാണ് ഫുഡ് ടൈം. അപ്പം നമുക്ക് ഫുഡൊക്കെ എടുത്ത് വെക്കാം. ഫുഡ് റൈസൊന്നുമില്ല ഏട്ടാ, ചിക്കനും പിന്നെ സലാഡും ഒക്കെയാണ്. അപ്പം ഞാൻ ഫുഡൊക്കെ എടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെയാണ് എടുക്കണേ. ചിക്കനൊക്കെ എടുത്തു. അപ്പോൾ ഇത് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചതാണ്, ഞാൻ കാണിച്ചില്ല. ഒരു 3 പീസ് പൈനാപ്പിൾ, സലാഡ്. ഇതിലിടെ തനിക്കുട്ടൻ പൊട്ടണ പാത്രമൊക്കെ ആയിട്ട് എടുത്തോണ്ട് ഇങ്ങോട്ടോ പോയി കേട്ടാ. അപ്പോൾ ബീൻസ് റെഡി ആയിട്ടുണ്ട്. ഫുഡെല്ലാം റെഡി ആയിട്ടാ ഏട്ടന് ഉച്ചയ്ക്കുള്ള ഫുഡ് ഇതാണ്. അപ്പോൾ ഏട്ടനോട് ഫുഡ് കൊടുക്കാം. ഗൈസ് ഇതുവരെ അവൻ ബീൻസ് അവിച്ച് കഴിച്ചിട്ടില്ല. അപ്പോൾ ബീൻസ് അവിച്ച് കഴിക്കാനുള്ള ആ ഒരു ടേസ്റ്റുള്ള ഒരു ത്രില്ലിൽ ബീൻസ് അവിച്ചോ എന്നാണ് ഇന്നലെ തൊട്ടേ അവൻ ചോദിക്കുന്നത്. അപ്പോൾ ഇന്ന് കഴിക്കുമോ ഇല്ലെന്ന് നമുക്ക് നോക്കാം. ഗൈസ് ഇതാണ് അവൻ്റെ ഫുഡ് ഏട്ടാ, നമുക്ക് കൊണ്ടു കൊടുക്കാം. തനുക്കുട്ടൻ പാത്രമൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഏട്ടാ. കണ്ടോ ഗൈസ്, ആദ്യം ബീൻസ് എന്നാണ് വായിന്ന് വന്നിട്ടുള്ളത്. തനുക്കുട്ടന് കുക്കുംബറോട്, തനുക്കുട്ടന് കുക്കുംബർ. കഴിച്ചോ. ബീൻസ് കഴിക്കുന്നു. ഇത്രയും ബീൻസ് കഴിക്കും വരെ ഞാൻ ഈ വീഡിയോ എടുക്കും കേട്ടാ. അപ്പോൾ ഗൈസ് കഴിച്ചു തിന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതില് ഇവൻ ബീൻസ് കഴിക്കാൻ, അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുത്തിട്ട് വരും കേട്ടാ. ബീൻസ് കണ്ട ഗൈസ്, ബീൻസ് തിന്നാനില്ല, അതിനകത്തുള്ള ആ സീഡ് മാത്രമേ കഴിക്കാവൂന്നും പറഞ്ഞ് അത് മാത്രം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് സത്യം ഇന്നലെ തൊട്ട് ഈ ബീൻസ് അവിച്ചില്ലെന്നും പറഞ്ഞ് എന്നെ വഴക്കുറയാണ്. അവിച്ചാ കഴിക്കൂലെന്ന് എനിക്കറിയാം. അകത്തുള്ളതാണ് ടേസ്റ്റ്. ഇപ്പൊ രണ്ടും കൂടെ ഒരുമിച്ച് ലാസ്റ്റ് കഴിക്കണമെങ്കിൽ കഴി. ഗൈസ് തനുക്കുട്ട ഇതെല്ലാം കണ്ട് അവിടെ നിൽക്കുകയാണ് കേട്ടാ. തനുക്കുട്ട കഴിക്കാൻ പറ, വേറൊന്നും കഴിക്കണ്ട, ബീൻസ് കഴിക്കാൻ പറ. ബീൻസ് കഴി പെട്ടെന്ന് കഴി. ഓക്കെ ഇവിടെ ഒന്ന് വൊമിറ്റ് ചെയ്തിട്ടല്ലേ. വൊമിറ്റ് ചെയ്യണമെങ്കിൽ അങ്ങോട്ട് പോണം, വെളിയിലോട്ട് പോണം കേട്ടാ. നിന്റെ ഡയറ്റില് വെറും 2 പീസ് പൈനാപ്പിൾ, ബട്ട് നീ കഴിക്കണത് ഒരു പകുതി പൈനാപ്പിൾ. ബീൻസ് അത്രയും കഴിച്ചു തിന്നു കഴിഞ്ഞാൽ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കും. ബീൻസ് കഴിക്കണം. പക്ഷെ പൈനാപ്പിൾ ഒന്നും വെക്കരുത്, ഇത് മാത്രം നീ കഴിക്കണം. എങ്കിൽ ഞാൻ നിനക്ക് എന്നും ബീൻസ് ഉണ്ടാക്കി തരാം.
ഗൈസ് അങ്ങനെ കഷ്ടപ്പെട്ട ഏട്ടാ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് ഏട്ടാ. അവൻ ഇങ്ങനത്തെ ഫുഡൊന്നും കഴിക്കാൻ ഇഷ്ടമില്ല, പക്ഷേ ഡയറ്റ് ആയതുകൊണ്ട് കഴിച്ചല്ലേ പറ്റൂ, അതുകൊണ്ടാണ് അവൻ കഴിക്കണത്. തനുക്കുട്ടി ചിക്കൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഏട്ടാ. തനു സൂപ്പറാണോ? സൂപ്പർ തന്നെ, സൂപ്പർ. കുട്ടി TV കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏട്ടാ. മാഷ ആൻഡ് ദി ബിയർ, അത് അവൾക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂണാണ്. ഏട്ടാ കൈ കേട്ടോ. അപ്പം ഫുഡ് എങ്ങനെയുണ്ട്? നിനക്ക് ഇഷ്ടപ്പെട്ട? സൂപ്പർ. പിന്നെ നാളെ ഇതേലൊക്കെ തന്നെ. അപ്പോൾ ഗൈസ് അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി ഞാനും തനിക്കുട്ടിയും കൂടെ ഫുഡ് കഴിക്കാൻ കൂടെ പോവുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഗൈസ്. തനിക്കുട്ടി ബൈ പറ. Bye guys.